ഇത് ചെറുപയർ വറുത്തതും ശർക്കരയും അരി വറുത്ത് പൊടിച്ചതും ഏലക്കായും ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് അത് ദേവിയുടെ ഇഷ്ട ഇതായിട്ട് ഉരുളായിട്ട് ഉരുട്ടി ദേവിയുടെ ഇഷ്ട വിഭവമാണെന്നാണ് പറയുന്നത്. ഇതില്ലേ ഇതിന്റെ പേര് മണ്ടപ്പുറ്റ്. ആവിയിൽ വേവിച്ചെടുക്കാൻ തിരളി ഇല വഴണയില എടുത്തിട്ട് അരി വറുത്ത് ചെറിയ ചെറിയ രീതിയിൽ വറുത്ത് അരിമാവും ശർക്കരയും തേങ്ങയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് തിരളി വഴണയിലാണ് എടുക്കുന്നത്. ഇതും ഇഷ്ട വിഭവമാണ്. ഇത് രണ്ടും ഇപ്പൊ തയ്യാറാക്കിയാണ്. ഇത്ര എളുപ്പത്തിലോ? ഇത് നേരത്തെ ഉണ്ടാക്കിയാണ്? അല്ല, നേരത്തെ ഇല്ല, ഇവിടെ ഈ സമയത്തിന് പൊങ്കാല സമയത്തിന് രണ്ട് വിധത്തിലാക്കിയിട്ട് ചെയ്യും. അങ്ങനെയും ചെയ്യാം. മറ്റേ പ്രസാദം ഉണ്ടാക്കിയില്ലേ? വെച്ചിട്ട് നോക്കട്ടെ. നല്ല രസമുണ്ടല്ലോ. ചേച്ചി ഇത് സ്ഥിരം ചെയ്തതാണല്ലേ? ഇതിനിപ്പോ എല്ലാവർക്കും കൊടുക്കുമോ? അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കും. ഞങ്ങൾക്ക് തരുമോ? എപ്പോഴോ? നിവേദ്യം കഴിഞ്ഞിട്ട്. രണ്ടെണ്ണം മാറ്റിയേക്കണേ. ഞങ്ങളിതാ പണിയാണ്. അപ്പോൾ താങ്ക്സ് ചേച്ചി, ഇത്രയും പറഞ്ഞു തന്നെ. നമുക്കിത് അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും ഉണ്ടാക്കുന്ന കാണുന്നുണ്ട്. ആറ്റുകാൽ ക്ഷേത്രത്തിലെ ഇഷ്ടവിഭവം എന്ന് പറയുമ്പോൾ മണ്ടപ്പുറ്റും തിരളിയും എന്ന് പറയും. നമ്മൾ ആറ്റുകാൽ പൊങ്കാല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ പ്രസാദം മാത്രമാണ് എല്ലാവരും ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ടി വിയിലെല്ലാം കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഈ ഒരു ഐറ്റം മാത്രമാണ് എല്ലാവരും ചെയ്യുന്നത്. എല്ലാവരും ഒരു മൺകാലമായിട്ട് ഇങ്ങനെ വരുന്നത് കാണാം. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ഒരു പ്രസാദം മാത്രമാണ്. പക്ഷെ ഇപ്പോഴാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പലതരം വിഭവങ്ങളും പലതരം സംഗതികളും ഇങ്ങനെ കാണുമ്പോഴാണ് ഇതിൻ്റെ ഒരു എന്താണ് ഇതിൻ്റെ ഐതിഹ്യം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു. അപ്പോൾ ചേച്ചി പറഞ്ഞു വളരെ നന്നായിട്ടുണ്ട്. താങ്ക്സ്.